ഇതൊരു പ്ലീറ്റഡ് കുർത്തിക്ക് നമ്മൾ എങ്ങനെ അളവെടുക്കുന്നത് നോക്കിയാലോ. പ്ലീറ്റഡ് കുർത്തിക്ക് നമുക്ക് മോൾക്ക് വേണ്ട ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ഈ 1 എന്നൊക്കെ നമ്മൾ താഴേക്ക് ഇടണം കേട്ടോ. എത്ര ലെങ്ത് വേണ്ടേ നമുക്ക്? ലെങ്ത് എത്രയായിരുന്നു? എത്ര വരെ വേണം? 38 ഇവിടെ വരെ വരുമ്പോൾ ഇത്ര ലെങ്ത്. ഇതിൻ്റെ തന്നെ ഇറക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തുണി 2 മീറ്റർ മോളുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇറക്കം കിട്ടും കേട്ടോ. അതിനകത്ത് 38 ലെങ്ത് മതിയില്ല നമുക്ക്. ലെങ്ത് മതിയല്ലോ അല്ലേ? അപ്പോൾ 38 ഇഞ്ച് ലെങ്ത് ഇട്ടിരിക്കുന്ന 38 ഇഞ്ച്. പ്ലേറ്റഡ് കുർത്തി അതിൽ നമുക്ക് ലെങ്ത് ഇട്ടിരിക്കുന്നത് 38. ഇനി നമുക്ക് വേണ്ടത് ബോഡി ലെങ്ത്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമല്ലേ, പക്ഷെ ഇത് നമ്മൾ അതിൻ്റെ ഒപ്പം ഒന്നും ആഡ് ചെയ്യരുത്, അത് കാൽക്കുലേഷൻ ഉണ്ട്. ഇനി നമുക്ക് ബോഡി ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ മോൾക്ക് ഇട്ടിരിക്കുന്നത് 13 ഇഞ്ച്. ലോക്കൽ ലെങ്ത് ഒരു ബോഡി ലെങ്ത് എന്നൊക്കെ പറയും കേട്ടോ. 13 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബോഡി ലെങ്ത് കിട്ടിയിരിക്കുന്നത് 13 ഇഞ്ചാണ്. ഈ 13ന്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യാം കേട്ടോ. കാരണം 1/2 ഇഞ്ച് ഷോർട്ട് ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് നമുക്ക് സ്കേർട്ട് ജോയിൻ ചെയ്യാനും. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ലെങ്ത് കിട്ടി, ബോഡി ലെങ്ത് കിട്ടി. ഇനി വേണ്ടത് നമുക്ക് ഷോൾഡർ പോയിന്റ്. ഷോൾഡർ പോയിന്റ് നമുക്ക് കാണുമ്പോൾ ഈ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, അതായത് പോയിന്റ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഈ മോൾക്ക് കിട്ടിയിരിക്കുന്നത് 13.5 കേട്ടോ. 13.5 ഇഞ്ച്. അപ്പൊ 13.5/2 നമ്മൾ 2 അടി ഇങ്ങനെ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. കറക്റ്റ് 6.25 ഇഞ്ച്. അപ്പൊ ഈ മോളുടെ അളവ് ഇതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കേർട്ട് ലെങ്ത് എഴുതിയതിന് ശേഷം എഴുതാം കേട്ടോ. സ്കേർട്ട് ലെങ്ത് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഫുൾ ലെങ്ത് 38 ആയിരുന്നു. 38 മൈനസ് 13 അല്ലേ? അപ്പൊ നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത്? 38 13 പോയാൽ എത്ര കിട്ടും? 25 പ്ലസ് 1.5 കേട്ടോ. കണ്ടോ, സ്കേർട്ട് ലെങ്ത് കിട്ടിക്കുന്നത് 25 പ്ലസ് 1.5. അങ്ങനെ ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കേർട്ട് ലെങ്ത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. ഷോൾഡർ പോയിന്റ് വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത് എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? 13.5 അല്ലേ? 13.5 അല്ലേ? അപ്പൊ 13.5/2 6.25 ഇഞ്ച്. കണ്ടോ, ഷോൾഡർ കിട്ടിക്കുന്ന 13.5/2 6.25 ഇഞ്ച്. ആ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആംഹോളായിട്ട് ആംഹോൾ ലെങ്ത് നമുക്ക് 6.25 ഇഞ്ച് കൊടുക്കാം. ഇനി വേണ്ടത് ചെസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് റൗണ്ട് നമ്മൾ ഈ ബസ്റ്റിനെ ചുറ്റി നമ്മളിങ്ങനെ അളവെടുക്കാം കേട്ടോ. ഈ മോൾക്ക് ഇട്ടിരിക്കുന്നത് 33 ഇഞ്ചാണ്. ടൈറ്റ് ചെയ്തിങ്ങനെ മുറുക്കി പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കണ്ടോ 33 ഇഞ്ച് കിട്ടിയില്ല. അപ്പൊ 33ന്റെ 4 എത്രയാ? 8.25 ഇഞ്ച് വരും അല്ലേ? ചെസ്റ്റ് കിട്ടിയിരിക്കുന്നത് 33 ആണ്. 33/4 8.25. 8.25 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 1.5 കേട്ടോ. ഇങ്ങനെ വരും. അപ്പൊ 8.25 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 8.25 അല്ലേ? അപ്പൊ 8.25 പ്ലസ് 1.5. നമ്മൾ ഈ 8.25 മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റൗണ്ട് ചെയ്ത് 9 ആക്കി മാർക്ക് ചെയ്യും കേട്ടോ. ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അളവിലേക്ക് ഷേപ്പ് ചെയ്യാം. അപ്പൊ 9 പ്ലസ് 1.5 അങ്ങനെ കൊടുക്കണേ. 9 പ്ലസ് 1.5 ചെസ്റ്റ് റൗണ്ട് കൊടുക്കുമ്പോ. ഓക്കെ, പറഞ്ഞു തരാറുള്ളതാണ്. 8.25 എന്നാൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിനെ 9 പ്ലസ് 1.5 അതുപോലെ കൊടുക്കണം. അതിന് ശേഷം വേണ്ടത് ഷേപ്പ് റൗണ്ട്. ഷേപ്പ് റൗണ്ടിങ് നമുക്ക് ഇട്ടിരിക്കുന്നത് നമുക്ക്, അതായത് ആ ബോഡി ലെങ്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ആ പോയിന്റില് ഷേപ്പ് റൗണ്ട് നമുക്ക് ഇട്ടിരിക്കുന്ന അളവ് നോക്കാം. ബോഡി ലെങ്ത് നമ്മളില്ല, ഇവിടെ ലെങ്താണ്. അപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്നത് 29 ഇഞ്ച്. 29 ഇഞ്ച്. അപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്ന ഷേപ്പ് റൗണ്ട് 29 ആണ്. 29/4 എത്രയൊക്കെ? 4 28 7.25. അപ്പൊ നമുക്ക് 7.25 ഇഞ്ച്. 7.25 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 1.5 കേട്ടോ. പ്ലസ് 1.5.
അപ്പൊ ഈ കേസിൽ നമുക്ക് 7.25 പ്ലസ് അരയിഞ്ച് ലൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 7.25. ഓക്കെ, 7.25 പ്ലസ് 1.5. അതും റൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കണം? 8 പ്ലസ് 1.5. കട്ട് ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യുക? 8 പ്ലസ് 1.5 കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് 9 പ്ലസ് 1.5 കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്ക്വയർ പാർട്ട് നമുക്ക് രണ്ടാക്കി കിട്ടില്ലേ? സ്ക്വയർ പാർട്ട് ബോഡി പാർട്ട് 2 സെപ്പറേറ്റ് ആക്കി എടുത്തു. അതായത് പ്ലീറ്റഡ് കുർത്തി ആയതുകൊണ്ട് സമയത്ത് എലൈനും സ്ലിറ്റൊക്കെയാണ് നമ്മൾ ഈ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ 1.5 ആഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, പ്ലീറ്റഡ് കുർത്തി ചെയ്യുമ്പോൾ ഇതുപോലെ ലെങ്ത്, ബോഡി ലെങ്ത്, സ്ക്വയർ ലെങ്ത് ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി മോൾക്ക് വേണ്ടത് നെക്ക് ലെങ്ത്. നെക്ക് ലെങ്ത് നമുക്ക് പഠിപ്പിക്കാം. ഇതാണ് ജോലൈ. കണ്ടോ? ഈ ജോലൈയിൽ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ മോൾക്ക് നമുക്ക് കണ്ടോ നെക്ക് ലെങ്ത് ഒരു 5 ഉള്ളൂ. അപ്പൊ നെക്ക് ലെങ്ത് 5 പ്ലസ് 6 കൊടുക്കണം കേട്ടോ. 5 പ്ലസ് 6. ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് 5 പ്ലസ് 6 5.5. ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് 5 പ്ലസ് 6 5.5. ബാക്ക് ഓഫ് നെക്ക് ലെങ്ത് നോർമൽ ലെങ്ത് മതി. നമ്മൾ 2.5 പ്ലസ് 6 കൊടുത്താൽ മതി. ഈ മോഡൽ കേസിൽ ഞാൻ 3.5 പ്ലസ് 6 4 അങ്ങനെ കൊടുക്കും കേട്ടോ. 3.5 പ്ലസ് 6 4 ഇഞ്ച്. 3.5 ഇഞ്ച് നമ്മൾ ഷോർട്ടർ കുട്ടി അടിക്കാനായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3.5 പ്ലസ് 6 4 ഇഞ്ച് ബാക്ക് ഓഫ് നെക്ക് ലെങ്ത്. ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് 5.5 പ്ലസ് 6 5.5 അതുപോലെ കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് നെക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന്